കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ, കേരള ബാങ്ക് OA ഇതിന്റെ പരീക്ഷ കഴിഞ്ഞിട്ട് അതിന്റെ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. അതിനെക്കുറിച്ച് ഒരു ക്ലാസ് ചെയ്യാമോ എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ ഷോർട്ട് ലിസ്റ്റ് PSC പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഷോർട്ട് ലിസ്റ്റിൽ എത്ര പേര് ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അടങ്ങിയ ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ കേരള ബാങ്ക് OA ക്ലർക്ക് കാഷ്യർ ഈ തസ്തികകളിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം പകുതിയോടുകൂടി ഷോർട്ട് ലിസ്റ്റ് എല്ലാം തന്നെ പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കേരള ബാങ്ക് OAയുടെ ജനറൽ കാറ്റഗറിയിൽ 145 വേക്കൻസികളാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. 065/2024 145 വേക്കൻസിയാണ് സൈറ്റിൽ ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ തന്നെ OAയുടെ സൊസൈറ്റി കാറ്റഗറിയിൽ 144 വേക്കൻസികൾ ഇപ്പോൾ നിലവിൽ സൈറ്റിൽ കാണിക്കുന്നുണ്ട്. അതിന്റെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 16,500 44,050 ശമ്പള സ്കെയിൽ വരുന്നത്. അതുപോലെ തന്നെ ക്ലർക്ക് കാഷ്യറിന്റെ 063/2024 207 വേക്കൻസികളാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. 064/2024 സൊസൈറ്റി കാറ്റഗറിയിലും 207 വേക്കൻസികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൈറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അല്ലേ? അപ്പോൾ സൈറ്റിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ അറിയാത്ത ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്. ഇതിന്റെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 20,280 54,720 ഇതിന്റെ ശമ്പള സ്കെയില് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നത് മാറി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം പകുതിയോടുകൂടി ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയുന്നത്. ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജുകൾ വരാത്തവർക്ക് OAയുടെ ആണെങ്കിലും ജനറൽ കാറ്റഗറി ഉണ്ട്, അതുപോലെ തന്നെ ക്ലർക്ക് കാഷ്യറുടെ ഒക്കെ തന്നെ അപ്ലോഡ് ചെയ്തവർ ഉണ്ടാവും. അവർക്ക് ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഇനി OAയുടെ ആണെങ്കിൽ പോലും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാതെ തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഉണ്ട്. പിന്നീട് വെരിഫിക്കേഷൻ നേരിട്ട് ഹാജരാകുന്ന രീതിയിൽ, കാരണം വെച്ചാൽ താമസം നേരിട്ടുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാധ്യതയും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല എങ്കിലും പോലും ഈ മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം പകുതിയോടുകൂടി തന്നെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പല ഉദ്യോഗാർത്ഥികളും നിയമനങ്ങളൊക്കെ നടക്കുമോ എന്നതിനെ കുറിച്ചൊക്കെ പല ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിലവിലെ വേക്കൻസികളെല്ലാം തന്നെ നിങ്ങൾക്ക് സൈറ്റിൽ നോക്കിയാൽ ഓരോ ദിവസവും കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയും നിങ്ങൾ ലിസ്റ്റിൽ വരുമ്പോൾ, ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കുറെ കൂടി ധാരാളം വേക്കൻസികൾ ഉണ്ടാവാനുള്ള സാധ്യത ഏറെയാണ്. കേരള ബാങ്ക് രൂപീകൃതമായതിനു ശേഷം ആദ്യമായിട്ട് വന്ന നോട്ടിഫിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ ധാരാളം അവസരങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടാവട്ടെ, ലിസ്റ്റ് വരുന്ന എല്ലാവർക്കും ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.